ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊരു പുതിയൊരു വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണെന്നല്ലേ, ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പണിയാണ്. ഇത് കഷ്ടപ്പാടാണ്. ചിലപ്പോൾ ഞങ്ങൾ ഇട്ടേച്ചൊക്കെ ഓടും. വേറൊന്നുമല്ല, എടുക്കാൻ പോവാ. ചെറുതേന ഞങ്ങൾക്കൊരു ചെറുതേന പെട്ടി വെച്ചിട്ട് 4 കൊല്ലത്തോളം ആയല്ലേ. 4 കൊല്ലമായി. ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. എടുക്കാനുള്ള വശമില്ലാത്തതുകൊണ്ട് പിന്നെ ആക്രമണം സഹിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അതൊന്ന് നോക്കാമെന്ന് ഓർത്തുണ്ട്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് എന്നാന്നൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. ചിലപ്പോൾ ഞങ്ങൾ ഇട്ടേച്ച് ഓടുന്നതൊക്കെ ആയിരിക്കും, എങ്കിലും നമുക്ക് നോക്കാം. ഇതാണ് ആ പെട്ടി. 4 കൊല്ലം മിച്ചമായി. മെഴുകൊക്കെ വെളിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മുട്ടയാണോ തേനാണോ എന്ന് പൊട്ടിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ആദ്യം ഈ ആക്രമണകാരികളായ ഈച്ച പിടിക്കാനൊരു സൂത്രം ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് അതിന് ചെറിയ ചെറിയ തുളകളിട്ടിട്ട് ആ കുപ്പി ഇതിൻ്റെ ഈ എൻട്രൻസ് ഉണ്ടല്ലോ ഈച്ചയുടെ, അവിടെ കൊണ്ട് വെച്ചിട്ട് ഈ പെട്ടിയെ തട്ടിയാൽ മതി. അപ്പോൾ കുറേ ഈച്ചകൾ വെളിയോട്ട് വരിക. കുപ്പിക്കകത്ത് കിടന്നത് അത് അടച്ചങ്ങ് വെക്കുക. ഈ കുപ്പിയല്ലേ? അതിനാണ് ഈ കുപ്പി. സെറ്റിപ്പിൻ കൊണ്ടാണ് തുളയിട്ടിരിക്കുന്നത്. അതാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ആണിയൊക്കെ ആകുമ്പം വലിപ്പം കൂടും. അതിനകത്തൊരു ഈച്ച വെളിയിലോട്ട് ഒന്ന് ഞങ്ങൾ നോക്കിയതാ, പരാജയപ്പെട്ടതാ. കുറെ ഈച്ച, ഒരു പകുതി ഈച്ചകളും ചിലപ്പോൾ ഇതിനകത്ത് കയറുമായിരിക്കും. അങ്ങനെ ഇപ്പോഴാണ് ഈച്ചയെല്ലാം സൈലൻ്റാണ്. ഇപ്പോൾ രാവിലെ ഒരു 10 മണി ആയതേ ഉള്ളൂ. ചൂട് രാവിലെ എടുക്കണം എന്ന് ഓർത്താൽ നേരം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ പെട്ടി ഒരു 2 പെട്ടി ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ തയ്യാറാക്കിയതാണ്. നേരത്തെ ഒന്ന് എടുക്കാനൊക്കെ പ്ലാനുണ്ട്. പിന്നെ മടിച്ചിട്ട് പിന്നെ ചെയ്തില്ല. അപ്പോൾ ഇതിനകത്തോട്ട് പകരണമെന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. കിട്ടുവാണെങ്കിൽ വിജയിക്കുമെന്ന് അറിയത്തില്ല. അതുപോലെ ഹെൽമെറ്റൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സർവ്വ സാധനങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കട്ടെ. അതെ നോക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഈച്ച പിടിക്കാം. അതിനകത്തോട്ട് ഈച്ച കയറുന്ന കാണാവോ? വേഗം വാ. പതുക്കെ വരുള്ളൂ. ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കും ചിലപ്പോൾ. അങ്ങനെ ഇടയ്ക്ക് തട്ടി കൊടുക്കണം. ഈച്ച കയറുന്നുണ്ട്. കുറെ കയറട്ടെ. കുറെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കാം. കുറച്ച് ഈച്ചയെ വന്നുള്ളൂ. ഇത്ര ഈച്ചയെ കിട്ടിയുള്ളൂ. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇച്ചിരി കൂടെ ഒന്ന് കാണിക്കാവോ? കാണാവോ? ഇല്ല, താത്തി പിടിക്കാവോ? കുറച്ചേ ഉള്ളൂ. ഈച്ചയുണ്ട്, ഇപ്പോഴും ഇതിനകത്തുണ്ട്. ഇപ്പൊ ചാടാൻ തുടങ്ങിയല്ലേ? പെട്ടിയൊക്കെ എടുത്തു വരുന്നുണ്ടേ. വല്ലതും കാണുവോ ആവോ? കണം തീരെ കുറവാ. നോക്കാം. ഇതാ നമ്മുടെ പെട്ടി. നമുക്ക് തുറക്കുമ്പം കാണാം. വന്നു. നമ്മുടെ കുറുവാ സംഘത്തിലെ തലവനെ പോലെയുണ്ടല്ലേ. തലയൊന്ന് കാണിക്കാവോ? വെയിലായതുകൊണ്ടേ ഞങ്ങള് പെട്ടി ഒരു സൗകര്യപ്രദമായ സ്ഥലത്തോട്ട് വെച്ചു. പൊക്കമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോഴേ ഈച്ച കടിക്കാൻ തുടങ്ങി. നല്ലോണം കടിക്കുന്നുണ്ട്. ഇതല്ലേ, ഇത് ഈച്ച പിടിക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ ഉളിയുണ്ട് കയ്യിൽ. ഉളി കൊണ്ട് പൊക്കാം. ഞങ്ങളുടെ തലയ്ക്ക് ചുറ്റുമുണ്ട്. എൻ്റെ തലയിലൊക്കെ ആയി. മൂക്കിലൊക്കെ കയറുക. ഇൻസുലേഷൻ ടേപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ പൊത്തുകളെ. അധികം നേരം എനിക്ക് ഈ നിലയിൽ തുടരാൻ പറ്റിയല്ല. ഇന്ത്യ പാക് യുദ്ധം തുടങ്ങി അതിന്റെ അകത്ത്.
ഇതുണ്ടോ തേന്? ഇത് മെഴുക ഇത് കുറവാണേ. അതിനെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുണ്ടോ എടുത്തിട്ടില്ലല്ലോ. ഇതുണ്ടോ, ഇതാണ് പറക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഇന്ത്യ ഉള്ളിലുണ്ട് കുറച്ചൊക്കെ കാണുള്ളൂ. അതല്ലേ ഇതിന് ഈ വില. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഹെൽമെറ്റ് ഒക്കെ വെച്ച് അതിന്റെ തല മുഴുവൻ പൊതിഞ്ഞു. വാവൂ, ഞാനോർത്തോണ്ട് എന്നെ ആക്രമിക്കുവാ. പാവങ്ങളല്ലേ, കഷ്ടമുണ്ട്. എത്ര നാളത്തെ അവരുടെ ബുദ്ധിമുട്ടുകളാ അല്ലേ. ഇതുണ്ടോ കൂട്ടുകാരെ, മുട്ടയല്ലേ ഇത്? നിങ്ങൾക്ക് കാണാൻ തരത്തില്ല. ഇത് മുട്ടയാണ്, കുറച്ചേ ഉള്ളൂ. ഇത് എടുക്കട്ടെ. എൻ്റെ അമ്മൂച്ചി, ഇവർക്ക് കുഴപ്പമൊന്നും വരികയില്ല. ഞാനതുകൊണ്ട് തലേ വന്നിരിക്കുന്നതിനെ പോലും ഇതാക്കുന്നില്ല. ഗാന്ധിജിയുടെ മാർഗമാണ് നമുക്ക് അടുത്തതിലോട്ട് എടുക്കുന്ന കാണിക്കാവേ. ഞാനിങ്ങനെ ചുറ്റും നടക്കുന്നോണ്ടേ പെട്ടിക്കകത്തുണ്ട്, അത് ഇതിനകത്തോട്ട് വീണോളൂ. കുറച്ചതിനകത്ത് ഇരിക്കണോ? വേണ്ട, അവിടെ പോകുന്നുണ്ട്. ഞങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ഒന്നും അല്ല. അതിൻ്റെതായ നമ്മുടെ ആവശ്യത്തിന് നമുക്കെന്നാ കൈക്ക് പൊള്ളുമ്പോഴേ, എനിക്കാണെങ്കിൽ എന്നും പൊള്ളല. അതിനൊക്കെ പറ്റുള്ളൂ. പൊള്ളന് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു മരുന്ന്. ഇതൊരു സ്വല്പം പൊള്ളിയ ഭാഗത്ത് അന്നേരം തേച്ചാൽ. പക്ഷെ മേടിക്കുന്നതൊക്കെ നമുക്ക് അതിനകത്ത് അവർ എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതിനാന്ന് വെച്ചാൽ നല്ല എന്നതേലുമൊക്കെ അതിനകത്ത് കൂടുതലായിട്ട് ചേർക്കും. അവർ ചേർക്കാതിരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. ഇത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുക കൂട്ടുകാരെ. എന്തും സംഭവിക്കാം. എൻ്റെ തല കാണത്തില്ലല്ലോ വീഡിയോ എടുക്കുന്നോണ്ടേ. പക്ഷെ എൻ്റെ തലയുടെ ചുറ്റുമാണ് ഇത്. പൂമ്പൊടി ഇപ്പം പൂമ്പൊടിയൊക്കെ ഉള്ള സമയം. അപ്പം അടുത്ത ഇതുണ്ടോ മുട്ട. ഇതെടുത്തിട്ട് കാണാം. ശകലമുള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച അത്രയൊന്നും ഇല്ല. അല്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് കുറച്ച് ഇതിന് ഒരു ശകല സാധനത്തിന് തന്നെ വില എന്നാ. കുപ്പിക്ക് 2500 രൂപ. കുപ്പി. ഇത് കണ്ടോ മുട്ട കണ്ടോ? ഇതാ ഇതിൻ്റെ മുട്ട. ഇത് കണ്ടോ? ഇല്ല, പാവങ്ങളല്ലേ. ഇത് പറയാലേ എന്നാ പണ്ട് കാരണം ഒരു പഴഞ്ചൊല്ലില്ലേ അല്ലേ, ആപത്ത് കാലത്ത് അല്ലേ, അങ്ങനെ കണ്ടില്ലേ? തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത്, സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത്. എന്ന് പറഞ്ഞ രീതി ഈ തേനീച്ചയെ സംബന്ധിച്ച് ശരിയാട്ടോ. അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതല്ല ഈ വസന്തകാലം എന്ന് പറഞ്ഞാൽ. യൂട്യൂബിനകത്ത് ഈ തേനീച്ചയുടെ ഒരു കഥ, ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനമൊക്കെ നമ്മൾ അവിടെ ഒരു ഫാമിൽ പോയപ്പോ അവരുടെ ഒരു ക്ലാസ് കേട്ടില്ലേ. അവര് ഈ പൂക്കളിലൊക്കെ തേനുള്ള സമയത്ത് ഇത് സംഭരിച്ചു വെക്കുന്നല്ലേ ഇത്. അല്ലാത്ത സീസൺ ഉണ്ടെന്നാ പറയുന്നത്. ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അതുങ്ങൾക്ക് ഇല്ലാതെ വരുമ്പോ, ഈ പൂക്കളൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് അതുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് സംഭരിച്ചു വെക്കുന്നതല്ല ഇത്. അതെ, അങ്ങനെ വരുള്ളൂ. അങ്ങനെ മാർഗമുള്ളൂ. സാധ്യത. ആ മുട്ട താഴെ പോലെ ഈ നെറ്റിയാലൊക്കെ ഇങ്ങനെ അതുങ്ങൾ കടിച്ചിരിക്കുക. നമ്മൾ ഈ മുട്ട ഇതിൽ വേറൊരു പെട്ടിക്കകത്തോടെ ആക്കി നോക്കുക. രക്ഷപ്പെടുമെന്ന് അറിയത്തില്ല. കിട്ടിയാൽ കിട്ടട്ടെ. അതിനകത്ത് വേറെ മുട്ടയുണ്ട്. ഇതുണ്ടോ? ഇതിനകത്ത് വേറെ മുട്ടയുണ്ട്. അപ്പം ഇത് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് പകർന്ന് നോക്കാമെന്നുള്ളത്. ഇതിലും ഉണ്ട്. റാണി അതിനകത്താണെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഇതിനകത്തായിരിക്കും. നോക്കാം. ഓരോ പെട്ടി മാറുമ്പോഴും റാണിമാര് മാറിയല്ലേ? ചിലപ്പോ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. റാണിയൊന്നും നോക്കുന്നില്ല. ഈ റാണി ഈച്ചയും അല്ലാത്ത പോരാളി ഈച്ചയൊക്കെ കണ്ടാ അറിയാവോ? കണ്ടാലൊന്നും അറിയത്തില്ല. ഇല്ല.
നമ്മുടെ പോലെ വേഷവിധാനമൊന്നും ഇല്ലല്ലോ അല്ലേ? നല്ല കിരീടമൊക്കെ വെച്ച്, റാണി ചെങ്കോലും കിരീടമൊക്കെ വെച്ച്. നമ്മുടെ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഓരോരുത്തരുണ്ട്, ചെങ്കോലും കിരീടമൊക്കെ വെച്ച് റാണിമാർ. ഇങ്ങോട്ട് നീങ്ങി വെക്കാവോ? ഞാൻ അതിനകത്തോട്ട് സെറ്റപ്പ് ആക്കി വെക്കട്ടെ. ഞങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ തന്നെ വെക്കുക. കുറെ ഈച്ച ഇതിനകത്ത് കയറും. ഒന്ന് കാണിച്ചേ ഒന്നൂടെ. കണ്ടില്ല. ആ ഈച്ചയുടെ വാതിലുണ്ട് അവിടെ. ഇതുണ്ടോ? ഇത് ഇച്ചിരി മെഴുകൊക്കെ തൂത്തുണ്ട്. അപ്പൊ അതിലേ കയറിക്കോളും. നോക്കാം. ഇതൊക്കെ ഒരു ശകല ഉറുമ്പൊടി ആ പൊക്കത്തിൽ ഇട്ട് കൊടുക്കുക. അതിൽ ഈ പുറമേയൊക്കെ തേനിൻ്റെ ഉള്ളതുകൊണ്ട് ഉറുമ്പ് വരാൻ എളുപ്പമാണ്. ഇവിടെ അകത്ത് പോവുകയല്ല, പെട്ടിയുടെ പുറത്ത് കിടന്നാൽ മതി. ആ കമ്പിയെന്ന് ഇറങ്ങി വരുന്നിടത്ത് അവിടെ ഇട്ടാൽ മതി. അതിനും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 പെട്ടിയിലാക്കിയിട്ടുണ്ടേ. ഒരു പെട്ടിയെ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 2 പെട്ടിയായി. അതെന്നാന്നാ ഞങ്ങൾ അറിയത്തില്ലാതെ പോയി. 4 വർഷം അത് എടുക്കാതിരുന്നു. പക്ഷെ 1 വർഷം കഴിയുമ്പോൾ ഇത് ശേഖരിച്ചു വെക്കുന്ന തേനുകൾ അത് തന്നെ കുടിച്ചു തീർക്കൂലോ, അത് ഓർത്തില്ല. 4 വർഷം തേൻ കാണുമെന്നാ ഓർത്തത്. അതല്ല, അടുത്ത കൊല്ലം നോക്കാം. എല്ലാ വർഷവും ഈ തേൻ എടുക്കണം. അത് എടുക്കാറില്ലേ? അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഹെൽമെറ്റൊക്കെ വെറുതെ വെച്ചാ കേട്ടോ. ഹെൽമെറ്റ് വെക്കണ്ടായിരുന്നു, വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. ശല്യക്കാരായ ഈച്ചകൾ കുറെ കുപ്പിക്കകത്ത് കയറിയോണ്ടേ അങ്ങനെ വലിയ ശല്യമൊന്നും ചെയ്തില്ല. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം ആയതുകൊണ്ട് അത് അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്. അടുത്ത പ്രാവശ്യം ഞങ്ങളതൊന്നും വേണ്ടാതെ ഇല്ലാതെ ചെയ്യാതെ നോക്കാം. അപ്പോൾ ഇതാണ് ഒരു പെട്ടി. ഒരു പെട്ടി വെളിയിലാണ്, അത് കാണിക്കാം. ഇതാ തൂക്കിയിട്ടിരിക്കുന്നത്. അതിനെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ചാൽ എടുത്തത്. ഇവിടെ ഈച്ച കൂടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമായിരിക്കും. കയറുമെന്ന് അറിയത്തില്ല, കയറുവാണെങ്കിൽ കയറട്ടെ. അപ്പോൾ ഞങ്ങളിനി അടുത്ത വീഡിയോ അതിനു മുമ്പേ നമ്മളിത് പിഴിഞ്ഞെടുത്തിട്ട് എൻ്റെ അളവും കൂടെ കാണിക്കാവേ. പക്ഷെ കുറച്ചേ ഉള്ളൂ, ഒരു അരക്കൊപ്പി കഷ്ടി കിട്ടുമായിരിക്കും. എന്നാലും മതി. നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള കാണും. ഒരു കുഞ്ഞു കഷ്ണം കഴിച്ചു നോക്കാം. വേണ്ടേ? കേട്ടോ, അവര് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ അതിക്രമിച്ച് എടുത്ത ദുഷ്ടനായിട്ടാണ് ഇപ്പം നമ്മൾ. വേണ്ട, വാൽമീകി ചോദിച്ചോലെ. ഞാൻ പിഴിയട്ടെ. അപ്പോൾ ഇതാ ഞങ്ങളുടെ തേന് എടുത്ത് കുപ്പിക്കകത്ത് ആക്കി. ഇത് നമ്മൾ തേന് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചിട്ട് ഒരു പാത്രത്തിനകത്ത് വെച്ച് വെയിലത്ത് വെച്ച് കേട്ടോ, ഒരു 2-3 മണിക്കൂർ. ചെറുതായിട്ടൊന്ന് ചൂടാകി ചെറുതായിട്ടൊരു പത പോലെയൊക്കെ വരുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് കമൻറ്റും ഒക്കെ പറയണേ.